ഗുഡ് മൂവി അങ്ങനെ ഉള്ളു. ലൈക് ഭയങ്കര ഹൈപ്പ് കൊടുക്കാനായിട്ടില്ല. എങ്ങനെയുണ്ട് ലാലേട്ടൻ സത്യനന്ദിക്കാട് സൂപ്പറായിരുന്നു. പടത്തിൽ എടുത്തു പറയത്തൊക്കെ എന്ത് തോന്നുന്നു? ഹൃദയം തന്നെയാണ്. എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ? എന്ത് പറയുന്നത്, സത്യമാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഫാമിലിക്കൊക്കെ ഇന്ന് കാണാൻ പറ്റിയ ഫാമിലിക്ക് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എല്ലാവർക്കും കൂടെ കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഫാമിലിയിൽ കാണാൻ പറ്റിയ പടം. കുറേ കാലത്തിന് മോഹൻലാലിന്റെ സൂപ്പർ കൂടി തുടരും കഴിഞ്ഞാൽ നല്ല പടം. ചെറിയൊരു സ്റ്റോറി നല്ലപോലെ എടുത്തിട്ടുണ്ട്. എല്ലാ ഫാമിലിക്ക് നല്ല കാണാൻ. എങ്ങനെയുണ്ട് ഈ കോംബോ ലാലേട്ടൻ സത്യനന്ദിക്കാട് വീണ്ടും? ഫീൽ ഗുഡ് ആണ്, കണ്ടിരിക്കാം. നല്ല സിനിമയാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടം. അടിപൊളി പടമായിരുന്നു. ഞാൻ സത്യൻ സാറിന്റെ പടങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു മിനിമം സൂപ്പറായിരിക്കും. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചെന്നും ഭംഗിയായി. എടുത്തു പറയത്തൊക്കെ എന്ത് തോന്നി? എടുത്തു പറയത്തൊക്കെ ആ പയ്യന്റെ അഭിനയമാണ് കൂടുതൽ. പിന്നെ ലാലേട്ടന് കോമഡി ഫിലിമൊക്കെ നമ്മൾ കണ്ടിട്ട് ഒത്തിരി ആയില്ലേ, സന്തോഷം. എങ്ങനെയുണ്ട് ഈ ഒരു പടത്തിൽ മോഹൻലാൽ? സൂപ്പറാണ്, അദ്ദേഹം എപ്പോഴും സൂപ്പറാണ്. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. പക്ഷേ ലാലേട്ടൻ്റെ മൂവീസ് ഇപ്പം തുടരുന്നതിന് ശേഷം കുറച്ചും കൂടെ പ്രത്യേകതകൾ തോന്നി തുടങ്ങി. വീണ്ടും പഴയ ഒരു ലാലേട്ടൻ്റെ ഒരു ഭംഗി തിരിച്ചു വന്ന പോലെ. അതെ, അത് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സിനിമ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അതങ്ങനെ പോകത്തുള്ളൂ. പ്രൊമോഷൻസും പിന്നെ റിവ്യൂസും ഒക്കെ ഒരു പരിധി കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല സിനിമ പുറത്തേക്ക് വരുന്നതും അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും റിവ്യൂസിലൂടെയാണ്. നമ്മൾ ആദ്യം ഒരു സിനിമ കാണാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ റിവ്യൂ കേട്ടിട്ടായിരുന്നു. ഒരു മോശഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആരും അത് കാണാനായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് റിവ്യൂസ് പറയുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും സിനിമ ഒന്ന് കണ്ട ശേഷം റിവ്യൂസ് പറയുക. അത് എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ. അപ്പോൾ ആ റിവ്യൂസ് ആ രീതിയിലേക്ക് കാണാതിരുന്ന പോരെയെന്നല്ല, നമുക്ക് മൂവീസ് കാണാം, അഭിപ്രായം പറയാം. പക്ഷെ അതൊരു നെഗറ്റീവ് എന്നുള്ളതിലുപരി അവർ എടുത്ത എഫേർട്ടിന് അതിന് വില കൊടുത്തിട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ലാലേട്ടൻ? നല്ല അടിപൊളിയായിരുന്നു. ആദ്യമൊക്കെ കുറച്ചതായിരുന്നു, പിന്നെ നല്ല സ്റ്റണ്ടൊക്കെ നോക്കുമ്പോഴാണ് എഫക്റ്റ് ആയത്. നല്ല പടം. എങ്ങനെയുണ്ട് ബ്രോ? ഹൃദയ പടം സൂപ്പർ. ഈ ഒരു കോംബോ എങ്ങനെയുണ്ട് സത്യനന്ദിക്കാട്? സൂപ്പറാണ്, നല്ല പടം. കോംബോ ലാലേട്ടൻ സത്യനന്ദിക്കാട് നന്നായിട്ടുണ്ട്. ഫാമിലിയോട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട്? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? നല്ല സിനിമയുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവി അല്ലേ? എങ്ങനെയുണ്ട്? നല്ല കൂടിയത് പഴയതുപോലെയുള്ള നല്ല സിനിമ കണ്ടിരിക്കാം. എങ്ങനെയുണ്ട് ലാലേട്ടൻ? നല്ലതായിട്ട് അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. ഫാമിലി സത്യസാറിന്റെ പടം കാണുന്നത് തന്നെയാണ്. പിന്നെ സത്യസാറിന്റെ പഴയ കുറച്ച് താരങ്ങൾ ഉത്സാഹന്റെ ഒക്കെയുണ്ട് പടം. നല്ല മൂവിയാണ്. ഫാമിലി പക്ക ഒരു ഫാമിലി എത്രയോ നാളത്തിന് ശേഷം നല്ലൊരു ഫാമിലി. എങ്ങനെ ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? പഴയ ലാലേട്ടൻ ഒരു ഫാമിലി മൂവിയിലൊക്കെ അഭിനയിക്കുന്ന ലാലേട്ടന് തിരിച്ച് കണ്ട പോലെ. എങ്ങനെ തമാശയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തമാശയ്ക്ക് അവരുടെ ഒരു കോമ്പിനേഷൻ സീന്, ഇത് ആ പയ്യൻ്റെയും കോമ്പിനേഷൻ സീനൊക്കെ നല്ലതായിരുന്നു. നല്ലൊരു കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമയാണ്. വളരെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടം. എന്താണ് ഇഷ്ടപ്പെട്ട അമ്മ പടത്തില്? എത്രയോ നാളത്തിന് ശേഷം നല്ല ഫിലിമായിരുന്നു. ഒരു തമാശയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തമാശയും പിന്നെ കണ്ട് ബോറടിക്കാതെ നല്ല ഒരു കൊള്ളായിരുന്നു. നല്ല